കേരളത്തിൽ രൂപപ്പെട്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങളെല്ലാം യുക്തിവാദത്തെ ഐഡിയോളജിക്കൽ റിസോഴ്സാക്കി മാറ്റിയിരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ പുരോഗമനപരമായ ഒരു ഇടതുപക്ഷ പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടത്. അത്തരമൊരു സാമൂഹിക യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ഇന്ന് ആഘോഷിക്കപ്പെടുന്ന ഫ്രീ തിങ്കിങ് എന്നറിയപ്പെടുന്ന നവനാസ്തികതയെ നോക്കും. എസൻസ് എന്ന് പറഞ്ഞ ഒരു സംഘടന രവിചന്ദ്രൻ നേതൃത്വം കൊടുക്കുന്നു. അവരിപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇതൊരു വലിയ ഗ്രൂപ്പൊന്നും ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ശരിക്കും ഈ രവിചന്ദ്രൻ ടീം, ഈ നവനാസ്തിക ടീമിൻ്റെ ഒരു ചരിത്രപരമായ പ്രസക്തി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നവനാസ്തികരും സംഘപരിവാരവും തമ്മിൽ അതിഗംഭീരമായിട്ടുള്ളൊരു തുരങ്ക സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. പെട്ടെന്ന് കേവല നാസ്തികതയിലേക്ക്, കേവല നിരീശ്വരവാദത്തിലേക്ക്, കേവല യുക്തിവാദത്തിലേക്ക് ചുരുങ്ങുകയും. എന്തുകൊണ്ടാണ് എസൻസ് ഗ്ലോബലും രവിചന്ദ്രനും എതിർക്കപ്പെടുന്നത്? തികഞ്ഞ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുകയാണ് ഈ സംഘം ചെയ്യുന്നത്. ശാസ്ത്രബോധവും അന്വേഷണബോധവും വളർത്തിയെടുക്കാമെന്ന ദൗത്യത്തിൽ സ്വതന്ത്ര ചിന്തകരുടെ സംഘടനയായ എസൻസ് ഗ്ലോബൽ സംഘടിപ്പിച്ച ആനുവൽ മീറ്റ് നടന്നു. കേരളത്തിലെ സ്വതന്ത്ര ചിന്തയുടെ ചരിത്രത്തിൽ കേരളം ഒരു പുതിയ ഒരു ഏട് രചിച്ചിരിക്കുകയാണ്. എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ നീ ഇതെവിടെയാ പോന്നേ ഇങ്ങനെയാ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഐ വോണ്ട് ദം ടു സീ ദർ ആർ മെനി പീപ്പിൾ. ഞാൻ മാത്രമല്ല, അവർ വിചാരം 5-10 ആളുകൾ മാത്രമുള്ള ഒരു പരിപാടിക്ക് ഞാൻ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് വരുന്നതെന്നാണ് എൻ്റെ വീട്ടുകാരുടെ എല്ലാം വിചാരം. നമുക്ക് തിരിച്ചു പോയി നോക്കാം. അപ്പുറത്തെ സൈഡിലെ ഗാലറീസിലൊക്കെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അവിടെയും ഒരു ഗാലറി ഉണ്ട്. സ്റ്റേജിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള ഗാലറിയാണ് നിങ്ങൾ അവിടെ കാണുന്നത്. അവിടെയും ഒക്കുപ്പൻസി ഒക്കെ ഫുള്ളാണ്. ഈ ഏരിയയിലാണ് ക്രൗഡ് ധാരാളമായിട്ടുള്ളത്. നിന്ന് പ്രോഗ്രാം കാണാനുള്ള ഒരു കൺവീനിയൻസിൻ്റെ ഭാഗമായിട്ട് ഈ കയറി വരുന്നിടത്ത് തന്നെ ആളുകൾ നിന്ന് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ സൈഡ് ഗാലറിയിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ സ്റ്റേജിൻ്റെ ഒരു വലിയ വ്യൂ കാണാൻ സാധിക്കില്ല. എങ്കിൽ പോലും അവിടെയും തിങ്ങി നിറഞ്ഞ് ആളുകളിരുന്ന് നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത്രയും ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരു സ്പിരിറ്റുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ ഓർ വിത്ത് സിമിലർ മെൻറ്റാലിറ്റി. ഇതെനിക്ക് ഐ റിയലി വോണ്ട് ദം ടു സീ, റിയലി വോണ്ട് ദം ടു നോ ദാറ്റ്. അതെ, ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായി ഇത്രയധികം ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇപ്പം എൻ്റെ വീട് കണ്ണൂരാണ്, അവിടെ നിന്ന് ഞങ്ങൾ വരുന്നത്. സമൂഹം മുഴുവൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ എതിരെ പറയാനുള്ള ഒരു സമൂഹം ഉണ്ടാകുക എന്നുള്ളത് നല്ലൊരു കാര്യമായി തോന്നുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ഒരു നല്ലതാണ് ഈ കൂട്ടായ്മ. ഇപ്പോഴത്തെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സംഘടന, ഒരു സ്വതന്ത്ര ചിന്താഗതി നമ്മുടെ നാടിന് ആവശ്യമാണ്. ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നലോകം ഇവിടെ യാഥാർത്ഥ്യമായതുപോലൊരു തോന്നൽ. ഈ ലിറ്റ്മസിൻ്റെയും എസൻസിൻ്റെയും മറ്റ് സ്വതന്ത്ര ലോകവും ഒക്കെ വന്നതിന് ശേഷം ചെറുപ്പക്കാർ കൂടുതലായി വരുന്നതും. മഴ ചെറുതായിട്ട് ഇടക്കുന്നത് ഒന്നും വിടത്തില്ല. അങ്ങനെ ഈ പ്രോഗ്രാം വിടുമ്പോഴേ ഉള്ളൊരു മിസ്സിങ് ഭയങ്കര ഇതാണ്. ഇങ്ങനെ ഒരു പരിപാടി, ഇത്രയും ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു പരിപാടി, അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നത് ജനങ്ങൾ അറിയണം. എന്താണ്, ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ ഗ്യാതറിങ് തന്നെ നമുക്കൊരു ആവേശം നൽകുന്നൊരു സംഭവമാണ്. പിന്നെ എല്ലാം നമ്മുടെ സ്പീക്കേഴ്സ് ആയാലും എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. നല്ല എക്സൈറ്റഡ് ആണ്. പറഞ്ഞു, പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അവിടുത്തെ വിദ്യാർത്ഥികൾ നമ്മുടെ പ്രോഗ്രാം കാണാനായിട്ട് ഇവിടെ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഫുൾ യൂണിഫോമിൽ തന്നെയാണ് പല സ്റ്റുഡൻസും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് ഇതൊരു അറിവിൻ്റെ ഉത്സവമാണ്. തീർച്ചയായിട്ടും ഇത് സയൻസിൻ്റെ ഒരു ആഘോഷമാണല്ലോ, വിദ്യയുടെ ഒരു ആഘോഷമാണല്ലോ, ഒരു പുതു അറിവ്, പുതു തുടക്കം, യുവത്വത്തിൻ്റെ ഒരു ആഘോഷമാണ്. ലിറ്റ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ മോഡിലാണ് നടക്കുന്നത്. ഇത് നമ്മൾ നടത്തുന്ന ഒരു ശക്തി പ്രകടനം നിലയിലല്ല, മറിച്ച് ഒരു വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ട്. നമ്മൾ ഇവിടെ ഒരു തീരുമാനം ആരെടുക്കുമ്പോഴും അവിശ്വാസികളെക്കുറിച്ചോ മതനിഷേധികളെക്കുറിച്ചോ നിരീശ്വരവാദികളെക്കുറിച്ചോ ഒരു പരിഗണന കൊടുക്കാറുണ്ട്. അത് ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ കണ്ടതൊക്കെ വെറും ട്രെയിലറാണ്. ശരിക്കുള്ള പരിപാടി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.